നമ്മൾ ആഗ്രഹിച്ചിട്ട് നമുക്കൊരു സ്നേഹം കിട്ടിയില്ലെങ്കിൽ അതൊരു വിങ്ങലായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്നെങ്കിൽ ഇഞ്ഞു ഇഞ്ച ഭർത്താവും, അപ്പൊ ഇഞ്ഞി ഇഞ്ച ഭർത്താവിനെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടെന്ന് ഭർത്താവിന്റെ ഭാഗത്ത് നിനക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിൽ അതൊരു വിങ്ങലാണ്. അല്ല, അങ്ങനെ ഭർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിൽ അവനെ ഞാൻ തട്ടുമല്ലോ. നല്ല ഭാഗത്ത് ശ്രദ്ധിച്ചോ മക്കളെ. അപ്പൊ സ്നേഹിക്കണമല്ലോ. പിന്നെ നമ്മളെ കല്യാണം കഴിച്ച അങ്ങനല്ല, നമ്മൾ ഒരാളെ പ്രേമിച്ചിട്ട് നമുക്ക് അയാളെ കിട്ടിയില്ല, അയാൾ വേറൊരു കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ വേറൊരാളെയാ സ്നേഹിക്കുന്നത്, അപ്പൊ നമ്മൾ എന്തു ചെയ്യുക? എന്ത് ചെയ്യാനാ, ഇഞ്ഞും വേറെ സ്നേഹിക്കോ വേറെ നിന്ന്. അപ്പൊ ഞാൻ വേറെ സ്നേഹിക്കണോ? അപ്പൊ നമുക്ക് സങ്കടം വരത്തില്ല, നമ്മുടെ മനസ്സിനൊരു വിങ്ങൽ വരത്തില്ലേക്ക? നമുക്ക് മനസ്സിന്റെ വിങ്ങലല്ലേ എന്ത് വിങ്ങല? ഇനിയിപ്പോ ഒരാളെ സ്നേഹിച്ചിട്ട് അയാള് തിരിച്ചറിയാണ്ട് ഇനി സ്നേഹം മറ്റവന്റെ വെക്ക് പോയി ഇനി വേറെ പോവാന്നല്ലാണ്ട്. നിങ്ങൾ ഒരു പെണ്ണിനെ സ്നേഹിച്ചു, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. പക്ഷെ നിങ്ങൾക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ല, അപ്പുറത്തെ അയലത്തെ വീട്ടിലെ പെണ്ണിനെയാണ് ഇഷ്ടം. അപ്പൊ ആ പെണ്ണിന്റെ സ്നേഹം നിങ്ങൾ കാണാതെ പോയി. അപ്പൊ നിങ്ങൾ എത്ര ചതിയനാണ്? ഇവിടെയല്ല ഇനി മാന്തുന്നേ, ഒരു സ്ഥലത്ത് മാന്തിയാ പോരെ, ഇനി അയൽവക്കത്തു. അപ്പൊ നിങ്ങൾക്ക് അയൽവാസത്തെ, പക്ഷെ ആ പെണ്ണിന് നിങ്ങളെ ഇഷ്ടമല്ല, ആ പെണ്ണിന് അപ്പുറത്തെ വീട്ടിലെ അയൽവാസിയാണ് ഇഷ്ടം. അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണിന് നിങ്ങളെ ഇഷ്ടമല്ല, പക്ഷെ അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷെ ആ പെണ്ണിന് നിങ്ങളെ ഇഷ്ടമാണ്. മനസ്സിലായോ? അപ്പൊ ആ പെണ്ണിന് സങ്കടമായി, നിങ്ങൾ മറ്റേ പെണ്ണിനെ സ്നേഹിക്കുന്നു. ആ പെണ്ണിന് നിങ്ങളെ ഇഷ്ടമല്ല, പക്ഷെ നിങ്ങൾക്ക് ആ പെണ്ണിനെ ഇഷ്ടം, പക്ഷെ ആ പെണ്ണിന് അയലത്തെ വീട്ടിൽ ആളെ ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് വിങ്ങലുണ്ടാവോ ഇല്ലയോ? അപ്പൊ നിങ്ങൾ അപ്പുറത്തെ പെണ്ണിന്റെ ചതിയനല്ലേ? ആ പെണ്ണിന്റെ പ്രാക്ക് നിങ്ങൾക്ക് വരത്തില്ലേ? ഒന്നും മനസ്സിലാക്കില്ല. ആ പെണ്ണിന്റെ ഇപ്പുറത്തെ പെണ്ണ് അപ്പുറത്തെ പെണ്ണ് ഒരേന്നുള്ളൊരു പെണ്ണ്, ആ പെണ്ണിന്റെ പേര് എ. ആ പെണ്ണിന് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ല. ബി, അപ്പുറത്തെ അയൽവാസിയുടെ പേരാണ് ബി. ബി എന്നുള്ള പെണ്ണിനെയാണ് ഇഷ്ടം, പക്ഷെ ബി എന്നുള്ള പെണ്ണിന് നിങ്ങളെ ഇഷ്ടമല്ല, സി എന്നുള്ള ചെക്കനെയാണ് ഇഷ്ടം. അപ്പോ അതിപ്പോ നോക്കിയിട്ട് അറിയില്ല. ഇപ്പൊ ഞാൻ എന്ന് വെച്ചാല് ഞാൻ നമ്മളെ നടീന്റെ പേര് തന്നെ ഐശ്വര്യ റായ്. അപ്പൊ ഈ എ എന്നുള്ള പെണ്ണ് എന്ത് ചെയ്യും? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ എ എന്നുള്ള പെണ്ണ് അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക ആ പെണ്ണിന്. നിങ്ങൾ സ്നേഹിച്ച ആ പെണ്ണ് എന്ത് കെട്ടണം. എന്താ ഡി എന്ന് പറഞ്ഞിട്ട് വേറെ സെലക്ട് ചെയ്യാം. അപ്പൊ ഡീനെ കെട്ടോ. എ ബി സിയോ പെണ്ണ് നിങ്ങളല്ലേ സ്നേഹിച്ചത്? നിങ്ങൾ ഏതുള്ള പെണ്ണിനെ സ്നേഹിക്കാതെ ബി എന്നുള്ള പെണ്ണിനെ സ്നേഹിച്ചു. വല്ലാത്തൊരു ഏതുള്ള പെണ്ണ് എന്ത് ചെയ്യണം? ആ പെണ്ണ് എന്ത് ചെയ്യണം? നിങ്ങൾ സ്നേഹിച്ചാണോ ആ പെണ്ണ് ചെയ്ത തെറ്റ്? എടാ ഇനി പിന്നെ മാണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടില്ല. ഇപ്പൊ ദേവി തെറ്റി, ഇപ്പൊ കൺഫ്യൂഷൻ ആയിട്ട് പെണ്ണിന് ആരും ഉത്തരവാദിത്തം പറയും? പെണ്ണിന് ഉത്തരവാദിത്തം പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. ഏന്നുള്ള പെണ്ണിന് ആരും ഉത്തരവാദിത്തം പറയും? പറ. ഇതുണ്ട്. സി എന്നുള്ള ചെക്കനെ ഇഷ്ടം. ഇനി ഒരു ക്യൂനാറ്റം കെട്ടിക്കോ. നിങ്ങൾ അറിയുന്ന എ എന്നുള്ളൊരു പെണ്ണിന് നിങ്ങളെ ഇഷ്ടമാണ്, അപ്പൊ നിങ്ങൾ എ എന്നുള്ള പെണ്ണിനെ മനസ്സിലായി. അനക്കിപ്പോ ഇഞ്ചി പറയുന്ന മനസ്സിലായി. അതായത് ഇഞ്ച ഉദാഹരണം എന്ന് വെച്ചാല് ഞാനിപ്പോ ഒരു പെണ്ണ് കെട്ടിട്ട് നല്ല അടിപൊളിയില് പ്രായത്തായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതേ അപ്പൊ ഇനി ബി എന്ന് പറയുന്ന പെണ്ണ് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ബി എന്നുള്ള പെണ്ണിനെ ബി എന്ന് പറയുന്ന പെണ്ണ് സ്നേഹിക്കുന്നുണ്ട്. അപ്പോ ഞാൻ എന്ന് പറയുന്ന ആള് ഈ ബി എന്ന് പറയുന്ന ആളെ സ്നേഹിക്കോന്ന് എന്നല്ലേ ഇനി ചോദിച്ചാ? ഇനി മാണ്ടാത്ത ഇതൊന്നും എടുത്ത് തലയിലില്ല. ഇനി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പക്ക് ഇനിയിപ്പോ പിന്നെ ഒരു ഡാൻസ് എല്ലാം കളിക്കുവാൻ തയ്യാറായിട്ട് നിക്ക്. ഞാൻ എന്താ ഡാൻസ് കളിക്കുന്നത്? ഇനി തോക്കൂ, നിങ്ങൾ നോക്കൂ. ഓക്കെ, ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ചോദിക്കട്ടെ. നിങ്ങൾക്ക് ദുബായിൽ വന്നിട്ട് ആരെങ്കിലും അടുത്തും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ആരോട്? ഷെയ്ഖ് മുഹമ്മദിനോട്. എനിക്ക് കാണണമെന്ന് ഭയങ്കര പുതിയ. പെണ്ണുങ്ങളായിട്ട് ഒരാളെയും ക്രഷ് തോന്നിക്കില്ല. എന്റെ പെണ്ണുങ്ങളെ കണ്ട പെണ്ണുങ്ങളില്ല ഭൂമിയില്. സ്വന്തം ഭാര്യയാണ് ഈ ലോകത്തെ ഏറ്റവും സുന്ദരി എന്ന് പറയുന്ന ആളാണോ നൗഫലിക്ക? അങ്ങനെ പറയൂ. ഞാൻ
തീർച്ചയായിട്ടും പറയും. സൂര്യനായി അത് അച്ഛനല്ലേ? ആ വേറെ ഭാര്യയുടെ പാട്ടെന്ന് വരുന്നത് പൂന്തിങ്. ആ പൂമുഖവാതിക്കൽ പൂന്തിങ്കളാണ് എന്റെ ഭാര്യ. അങ്ങനല്ല. ഭാര്യ. പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അതാണോ ഭാര്യ? ആ കഷ്ടത്തിൻ മുള്ളുകൾ തൂക്കിയെറിയുന്ന പാട്. പാട്ട്. എല്ലാം പാടുന്നുണ്ട്. ഇഞ്ഞാട്ട് എന്റെ ഭാര്യ എങ്കിൽ ഈ പാട്ടും പാടിയിട്ട് നിൽക്കുന്ന അങ്ങനെ എറിഞ്ഞ് ഞാൻ പൊളിച്ചാളി. എന്ത് പാട്ടാ ഇനി പാടുന്നത്? ഇനി ഒരുങ്ങി നിന്നോ, കളിച്ചോ. അതായത് ഫസ്റ്റ് പണിഷ്മെന്റ് ഫസ്റ്റ് പണിഷ്മെന്റ് കേട്ടോ. 1 ഡാൻസ്, 2 കേട്ടോ. നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ആ ആരെ? ടീച്ചറാ. ഏത് ടീച്ചർ? അന്നെ പഠിപ്പിച്ച ടീച്ചറാ. പേരെന്തോ ടീച്ചറിന്റെ? ഏ പേരെന്തോ ടീച്ചറിന്റെ? ടീച്ചറെ പേര് വെളിപ്പെടുത്തൂല. എന്നെ നുള്ളും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വേദനയാവില്ല. നുള്ളുന്ന എവിടെ? നുള്ളുന്ന ഇവിടെ ഇവിടെ ഈ സൈഡിലുള്ളൂ. അതുപോലെ തന്നെ എന്നയുടെ നുള്ളിയാലും ഭയങ്കര ഇൻട്രസ്റ്റ്. എനിക്ക് എത്ര വേദനയാലും ഞാൻ ഇങ്ങനെ ആളിക്കുപോയി. ടീച്ചറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. മോശമില്ലേ? അപ്പൊ എന്താ ടീച്ചറിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞോ? ഏ ടീച്ചറിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞോ? എനിക്ക് വേണം എന്നെ പുറത്താക്കുക. ഇനി ഇങ്ങനത്തെ ബുദ്ധി ഇല്ലാത്തവരാ പറഞ്ഞുതരാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടം തുറന്നു പറയുന്നതിന് എന്താ പ്രശ്നം? അത് പറ. 3 മക്കളായിട്ടുണ്ട്. മന്തുട്ടി മന്ദക്ക് വളരെ വിളി പോയിക്കില്ലേ? ഇനി കളിക്ക്. എനിക്കുള്ള പണിഷ്മെന്റ് ഞാൻ തരാം. അതായത് 1ാമത്തെ പണിഷ്മെന്റ് കേട്ടോളെ ഡാൻസ്, 2ാമത്തെ പണിഷ്മെന്റ് മ്യൂസിക് വിത്ത് മസിൽസ്. ഇത് നിങ്ങൾ കാണിക്കേണ്ടത്. ഓക്കെ. ആ മ്യൂസിക്, അതായത് മ്യൂസിക് ഇടുക. എന്ത് ഭാരതം എന്നാൽ നാടിൻ നടുവിൽ കേവൽ എങ്ങനൊന്നും എന്നെ കണ്ടതില്ല കേട്ടോ. മര്യാദക്ക് തന്നിന്നോ? അത് നിങ്ങൾ എടുക്കും. 3ാമത്തെ പണിഷ്മെന്റ് എനിക്ക് മുട്ടുള്ള പാട്ടിടുക. ജും ജും ബും ബും, ജും ജും ബും ബും എന്നിട്ട് 50 പ്രാവശ്യം തുള്ളുക. തുടങ്ങിക്കോ. 3 പണിഷ്മെന്റ് ആണ്.